ഹായ് ഓൾ. ഡിസ്ട്രിക്ട് സെന്റർ ലെവലിലുള്ള യൂസേഴ്സിന് എങ്ങനെ നമ്മുടെ ഈ പോർട്ടൽ യൂസ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഓരോ ഡിസ്ട്രിക്ട് ലെവലിലുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടും ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും മൂന്ന് മെനൂസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഒന്ന് പറയുന്നത് സെൻറ്റേഴ്സ് ആണ്. സെൻറ്റേഴ്സിൽ നമുക്ക് ഫേവറേറ്റ്സിൽ ലീഫ് ക്യാമ്പ്. ഓക്കെ, ലീഫ് ക്യാമ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ താലൂക്കിലും ഓരോ വില്ലേജിലും എത്ര ആക്റ്റീവായിട്ടുള്ള റിലീഫ് ക്യാമ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ റിലീഫ് ക്യാമ്പിൻ്റെ സെൻറ്ററിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻ സെൻറ്റേഴ്സ് ആണ്. കളക്ഷൻ സെൻറ്റേഴ്സിൽ നമുക്ക് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള കളക്ഷൻ സെൻറ്റേഴ്സ്, ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കളക്ഷൻ സെൻറ്റേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെനു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റിൻ്റെ നെയിം ഉണ്ടാവും, അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് കളക്ഷൻ സെൻറ്റേഴ്സ് അതിൻ്റെ നെയിം ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് എന്നുള്ളൊരു ഏരിയ ആണ്. ഈ സ്റ്റോക്ക് എന്നുള്ളൊരു ഏരിയയിൽ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കറണ്ട് നീഡ് അല്ലെങ്കിൽ റെഡി ടു ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് എത്രയാണ്, ഡിമാൻഡ് എത്രയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കറണ്ട് ഡിമാൻഡ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റോക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സ്റ്റോക്ക് ഓർ ഡിമാൻഡ് സ്റ്റാറ്റസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്ട്സ് എത്രയാണ് നമുക്കുള്ളത്, അവൈലബിൾ ആയിട്ട് എത്രയാണ്, കറണ്ട് സ്റ്റോക്ക് എത്രയാണ്, കറണ്ട് ഡിമാൻഡ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ള ഒരു ഡിസ്ട്രിക്റ്റിലെയാണ്. സോ ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ്, എത്രയാണ് ഇപ്പോൾ അവൈലബിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് മെയിനായിട്ടുള്ളത് സ്റ്റോക്ക് റിക്വസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് നീഡ്സ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെപ്പറേറ്റ് മെനു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റോക്ക് നീഡ്സിൽ ടു ഡു ഇതിനകത്ത് നമുക്ക് ഓരോ റിക്വസ്റ്റും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓരോ റിലീഫ് ക്യാമ്പിനുള്ള ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഓരോ ഡിമാൻഡും നമുക്ക് ഈ ഒരു മെനുവിൽ അറിയാനായിട്ട് സാധിക്കും. ഇത് GLPSLCD എന്നുള്ളൊരു റിലീഫ് ക്യാമ്പിനുള്ള റിക്വസ്റ്റ് ആണ്. സോ ഓരോന്നിനും വന്നിരിക്കുന്ന റിക്വസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം. അവരുടെ ഡിമാൻഡാണ് ഇത് ഈ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കളക്ഷൻ സെൻറ്ററിൽ നിന്നാണ് ഇത് ഡെലിവറി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അസൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും മെയിനായിട്ട് അറിയുക. സ്റ്റോക്ക് നീഡ്സിൽ നമുക്ക് സ്റ്റോക്ക് റിക്വസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് റിക്വസ്റ്റ് അറിയേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ ഏതൊക്കെ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് റിക്വസ്റ്റിൽ കംപ്ലീറ്റ് എന്നുള്ളൊരു മെനു ഉണ്ടാവും. റിപ്പോർട്ട്സ്, അതായത് കറണ്ട് സ്റ്റോക്ക് നമുക്ക് റിപ്പോർട്ടായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സിൽ കറണ്ട് സ്റ്റോക്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് സെൻറ്റർ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഇത് റിലീസ് സെൻറ്ററാണ് അല്ലെങ്കിൽ കളക്ഷൻ സെൻറ്ററിലാണ് എന്നുള്ളത് ആ ഒരു സെൻറ്റർ അവിടെ ചൂസ് ചെയ്യുക. ദെൻ ആൽട്ടർനേറ്റീവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കാറ്റഗറീസ് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഒരു ടൈമിൽ നമുക്കൊരു പുതിയൊരു എക്സൽ നമുക്ക് പിന്നെ ലോഡ് ആവും അല്ലെങ്കിൽ ഡൗൺലോഡ് ആവും. ദെൻ അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതായത് അവിടുത്തേക്കുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റോക്ക് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആ ഒരു എക്സലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുകയും ചെയ്യും. മെയിനായിട്ട് ഇത്രയാണ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള യൂസേഴ്സിനുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.